നമ്മൾ ദൈനംദിനം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേരളത്തിൽ പലയിടങ്ങളിലും വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകളെക്കുറിച്ചും കർഷകരുടെ കൃഷിനാശത്തെക്കുറിച്ചും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങളും ഈ വിഷയങ്ങൾ ഉയർന്നു വരാറുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം കോൺഗ്രസും BJPയും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് പല ഘട്ടത്തിലും സ്വീകരിക്കാറുള്ളത്. ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾക്ക് ഒരു മറുപടി കാണേണ്ടത്, ഇതിനൊരു അറുതി വരുത്തേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണോ? സംസ്ഥാന ഗവൺമെന്റിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണോ? ഏതെല്ലാം നിയമപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. വന്യജീവികളുടെ ആക്രമണത്തെ രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ 1972 വന്യജീവി സംരക്ഷണ നിയമത്തെയോ 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ അതേവരെ സംസ്ഥാന വിഷയമായിരുന്ന വനസംരക്ഷണത്തെ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുത്തിയതിനെ കുറിച്ചോ സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. വസ്തുത പരിശോധിക്കുമ്പോൾ ഇത് കേരളത്തിന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന വിഷയമല്ല എന്ന് മനസ്സിലാവും. നിയമത്തിന് അയവ് വരുത്തണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിരന്തരമായ ആവശ്യത്തിന് ചെവി കൊടുക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ആ മോദി ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം പോലും ഉരിയാടാൻ തയ്യാറാവാത്ത കോൺഗ്രസിന്റെ നേതാക്കളാണ് സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഈ പ്രഹസന സമരങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും കൃഷിനാശവും എല്ലാം വരുമ്പോഴും അതിനെ ചെറുക്കാൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒരു പരിമിതിയുണ്ട്. അതിന് കാരണം 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ്. ഭരണഘടനയുടെ 252 അനുച്ഛേദ പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഈ നിയമത്തിൽ അയവ് വരുത്താനോ മാറ്റം വരുത്താനോ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല. ഈ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത് കൊണ്ടാണ് മയക്കുവെടി വെക്കുവാൻ വേണ്ടി ഉത്തരവിടുന്നതിന് പോലും കാലതാമസം വരുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കാട്ടുപന്നിയെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കുവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ആവശ്യത്തിന് ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് പുല്ലുവിലയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലേക്ക് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ചില കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 2015 ബീഹാറിൽ കൃഷിനാശം വരുത്തുന്ന നീലക്കാളകളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് വിഷമം ഉണ്ടായിരുന്നില്ല. 2016 ഉത്തരാഖണ്ഡിൽ കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുവാനുള്ള ഉത്തരവ് നൽകിയിരുന്നു. ഇതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് കേരളത്തിന്റെ ആവശ്യങ്ങളെ തള്ളിക്കളയുന്നത്. ജനസാന്ദ്രതയും വനസാന്ദ്രതയും കൂടുതലുള്ള കേരളത്തിൽ ഈ വന്യജീവി ആക്രമണത്തെ ചെറുക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ രൂപം നൽകുവാൻ കേരളം തയ്യാറായിട്ടുണ്ട്. ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും പാക്കേജുകളും കേരളം ആവശ്യപ്പെട്ടിട്ടും അതിന് ഒരു തരത്തിലേക്കുള്ള സഹായം നൽകുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. കൂടെ നിന്ന് ആവശ്യപ്പെടാൻ കേരളത്തിലെ കോൺഗ്രസും BJPയും ഒട്ടും തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന് കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വന നിയമവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച എല്ലാ നിയമനിർമ്മാണങ്ങൾക്കും നേതൃത്വം നൽകിയത് കോൺഗ്രസ് ആയിരുന്നു. ഭരണത്തിലിരുന്ന ഘട്ടത്തിലെല്ലാം അശാസ്ത്രീയമായ നിയമങ്ങൾ കൊണ്ടുവന്ന് മലയോര ജനതയെ ബുദ്ധിമുട്ടിച്ചവരാണ് കോൺഗ്രസ്. പതിച്ചു കിട്ടിയ ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല, പട്ടയം ലഭ്യമാക്കുന്നതിന് വരുമാന പരിധി 1 ലക്ഷമായി നിജപ്പെടുത്തി വലിയ പ്രയാസം ജനങ്ങൾക്ക് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം നിൽക്കുമ്പോഴും വന്യജീവികളുടെ ആക്രമണത്തെ ലഘൂകരിക്കാനും കുറയ്ക്കുവാനും വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. ഈ വിഷയമെല്ലാം മുൻനിർത്തി കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ട് പോലും കേന്ദ്രം ഇത് തള്ളിക്കളയുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP-മാർ ആവശ്യമായ ഒരു ഇടപെടലും നടത്താതെ പാർലമെന്റിൽ കമാ എന്നൊരക്ഷരം ആവശ്യവും പറയാതിരിക്കുന്ന സ്ഥിതി കൂടിയുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റാണ് 1972 ഈ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ വനത്തെ സംസ്ഥാന പട്ടികയിൽ നിന്ന് ഉഭയ പട്ടികയിലേക്ക്, അതായത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. തുടർന്ന് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ഇതിന് കൂടുതൽ കർശനമായ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒപ്പം കേരളത്തിന്റെ പ്രയാസം മനസ്സിലാക്കി നിന്ന് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ഇവർ സംസ്ഥാന ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ പാർലമെന്റിലേക്ക് 2 തവണ മാർച്ച് നടത്തുകയും രാജ്യവ്യാപകമായി ഫോറസ്റ്റ് ഓഫീസുകളുടെ മുമ്പിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി. ഇതിനൊന്നും കേന്ദ്രം ഭരിക്കുന്ന BJPക്കും അവരുടെ നയങ്ങൾക്ക് മുമ്പിൽ മൗനം നടിക്കുന്ന കോൺഗ്രസിനും കണ്ണു തുറക്കാനുള്ളതായില്ല. നിയമത്തിൽ കർഷകർക്ക് അനുകൂലമായ ഭേദഗതി വരുത്താൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസും BJPയുമാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അത് സംസ്ഥാന ഗവൺമെന്റിനെതിരായി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായ വിയോജിപ്പിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങളും
പ്രതിരോധങ്ങളുമെല്ലാം നടക്കട്ടെ. പക്ഷെ കേരളത്തിലെ കർഷകനെയും വനയോര മേഖലയിലെ ജനതയെയും വലിയ പ്രയാസത്തിലേക്കും അപകടങ്ങളിലേക്കും തള്ളിവിടുന്ന ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി BJP-യുടെ നയങ്ങൾക്ക് മുമ്പിൽ മൗനം നടിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റായ ശ്രമം കേരളത്തിലെ കോൺഗ്രസ്സുകാർ എല്ലാ ഘട്ടത്തിലും നടത്തുന്നുണ്ട്. ഇനിയെങ്കിലും ഇത് കേരളത്തിലെ പാവപ്പെട്ട കർഷകന്റെയും മനുഷ്യന്റെയും ജീവന്റെ വിലയുള്ള ഭേദഗതിയാണെന്നുള്ള ബോധ്യത്തിൽ പക്വതാപരമായ നിലപാട് സ്വീകരിക്കാനും ചർച്ചകൾ നടത്താനും കോൺഗ്രസ് തയ്യാറാവണം എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് കഴിയും. പക്ഷെ അത് തയ്യാറാകില്ല എന്ന് ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കോൺഗ്രസിന്റെ ചരിത്രം താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലേക്ക് ഒരു ലോജിക്കുമില്ലാത്ത സമരമുറകളാണ് കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. ഏറ്റവും അവസാനം ഒരു ഫണ്ടിങ് സമരവും നമ്മൾ കണ്ടു. 1000 രൂപ ഉണ്ടായിരുന്ന ആശാവർക്കർമാരുടെ വേതനം 7000 രൂപയാക്കി വർദ്ധിപ്പിച്ച സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടായിരുന്നു കോൺഗ്രസുകാർ സമരം നടത്തണം എന്ന് പറഞ്ഞു പിടിപ്പിച്ചത്. പക്ഷെ ആ സമരത്തെ കേരളത്തിലെ ജനാധിപത്യ സമൂഹം തള്ളിക്കളഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇതൊന്നും തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.